ഇതാണ് പറയുന്നത് ചോറ് ഒരു മുട്ട ഓംപ്ലേറ്റ് എൻ്റെ ചോറ്. ഓക്കെ ഫ്രണ്ട്സ്, എന്നാലും ഞങ്ങൾ ഈ ചോറ് ഉണ്ടിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു തീർന്നതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ അച്ചൻകോവിൽ ആറിനടുത്ത് നിൽക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ആറിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ആറെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഹൈറ്റ് ഇല്ല, നമുക്ക് നല്ല രീതിയിൽ നടന്നു പോകാം. എന്താ പറയുക, വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നമുക്ക് താഴെയുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ വിശാലമായ ഒരു ഏരിയ ആണ്. അവിടെ നല്ല രീതിയിൽ നമുക്ക് നല്ല നീളത്തിൽ കിടക്കുവാണ്. അവിടെ പാറയുടെ മേളിൽ പോയി ഇരിക്കുകയോ കിടക്കുകയോ കുളിക്കുകയോ എന്താ വെള്ളം ചെയ്യുക. പാറയുടെ മേളിലല്ല, അവിടെ വെള്ളമുണ്ട്, വെള്ളത്തിനകത്ത്. അന്നേരം നമുക്ക് ബാക്കി കാഴ്ചയിലോട്ട് കിടക്കാം. അന്നേരം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലെ കൂടെ അമർത്താൻ ഒട്ടും മറക്കരുത്. നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു മരമുണ്ട്. മരത്തിൻ്റെ അടിയിൽ കൂടെ കയറി ഇപ്പുറത്തിറങ്ങും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രവീൺ ഇറങ്ങിയ പ്രവീൺ പെട്ടെന്ന് ചാടി ഇറങ്ങി. മുമ്പൊരു വീഡിയോ പ്രവീൺ ഇറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. നമ്മൾ അച്ചൻകോവിൽ ആറിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അടിപൊളി രസമല്ലേ. രണ്ട് സ്ഥലം നമ്മളെ വെള്ളത്തിലൂടെ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങി പാറ നമുക്ക് നടന്നു പോകില്ലേ? എന്റെ പൊന്ന് ചേട്ടന്മാരെ, നിങ്ങളെ കണ്ടാൻ പറയത്തില്ല കേട്ടോ. അസൽ തമിഴന്മാരാണെങ്കിൽ ഇരിക്കുക കേട്ടോ. ഈ ചേട്ടാ ഒന്നാം മുട്ട അടിച്ച് ഇത് കോലത്തി ഞാൻ ഇവിടെ പിടിച്ച മീനൊക്കെയാണ്. വേണം നിങ്ങൾ കഴിയും, ഞാൻ വന്ന് നിങ്ങൾ ടേസ്റ്റ് നോക്കുക. ഒത്തിരി ഒന്നും തരത്തില്ല, ഒരെണ്ണം തരാം. ടേസ്റ്റ് നോക്കുക. സൂപ്പറാണോ? കൊല്ലം കരിക്കോട്. മസാലയൊന്നും വേണ്ടേ മീന്? അത് ഞങ്ങൾ അതിനകത്ത് മസാല ചേർക്കും. മറ്റേ അല്ല, അത് നമ്മുടെ കറിക്കും തോരന് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഉണ്ട്. വെൽ പ്രിപ്പയർഡ് അല്ലേ ചേട്ടാ? പേടിക്കാൻ എന്തുവാ? എൻ്റെ പേര് ഞാൻ മാത്രമേ കാണാറുള്ളൂ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. കരിക്കൂട്. നിങ്ങളുടെ വൈഫിന്റെ വീട് കറക്റ്റ് ഉപ്പാട്ടോ ചീനിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് ചീനിക്ക്. പ്രവീണേ, നമ്മൊരു കാര്യം ചെയ്യാലോ, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ. എന്താ ഫുഡ്? ഞങ്ങളുടെ ഫുഡാണ് ഈ ബാഗ് ഇരിക്കുന്നത്. കണ്ടോ? നിങ്ങളൊക്കെ അല്ല, നിങ്ങൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ആ ആറിന് കുറുകെ നടന്നിങ്ങനെ പോവുകയാണ്. അവിടെ കുറച്ചുപേരുണ്ടായിരുന്നു കേട്ടോ. അവര് പാചകമൊക്കെ ആയിരുന്നു. അവർ പിന്നെ അവരെ കാണിക്കില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ കാണിക്കാഞ്ഞത്. ആഹാരം പാചകം ചെയ്തിട്ട് ചേട്ടാ, ഇവിടെ തമിഴ്നാട് ബോട്ടിൽ കയറിയ പാസ് വേണോ? ഇപ്പൊ ഒന്നും വേണ്ടല്ലേ? വേണ്ട, ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ട്. ഇല്ല, പോകുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലേ? പോകുന്നേ ഉള്ളോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇതിലെ കൂടെ തമിഴ്നാട്ടിൽ തന്നെ പോകാം. തമിഴ്നാട് വഴി ചെങ്കോട്ട ആ വഴി നമുക്ക് തിരിച്ച് കൊല്ലത്തോട്ട് പോവാം. പക്ഷേ അവരെ നമ്മളെ ഫേസ്, അവരെ മുഖം
അല്ലെങ്കിൽ അവരെ കാണിക്കില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ കാണിക്കാൻ. അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മളെ പ്രൈവസി കയറി ഇടപെടുന്നത് ശരിയല്ല. ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കാര്യം ചോദിച്ചു. ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ ഒരു ഫാമിലിയായിട്ടൊക്കെ വീട്ടിലൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാവും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അത് ഉൾപ്പെടുത്തിയില്ല. അവരോട് വന്നിട്ട് പാചകം ചെയ്ത് ആഹാരമൊക്കെ പാകം ചെയ്ത് ചീനി ഉണക്കമീൻ അങ്ങനെ സെറ്റപ്പായിട്ട് അവർ വന്നേക്കാം കേട്ടോ. അവർ പാകം ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണ്. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫുഡൊക്കെ കിട്ടാൻ വളരെ പാടാണ്. പിന്നെ ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. അച്ചൻകോവിൽ എന്നൊരു വാക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ ആ സ്ഥലത്ത് പോയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതേ. എന്തായാലും നല്ല രസമാണ് കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഈ വെള്ളത്തിൽ കൂടെ. നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാലോ ഫ്രണ്ട്സ്? ഈ വെള്ളത്തിൽ അടിഭാഗം കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു പാറയുണ്ട്, മുട്ടൊരു പാറ. അതിന് മേളിൽ ഇരുന്ന് നല്ല വെയിലാണ്. പക്ഷെ വെയിലായാൽ പോലും നല്ല എന്താ പറയുക, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിൽ വലിയ പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുഡൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആഹാരം കഴിക്കാൻ പോകുന്നതാ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? പക്ഷെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് വെള്ളം ആയതുകൊണ്ട് ഈ മണൽ, ആറ്റുമണൽ നല്ല വിലയുള്ള സാധനം കേട്ടോ. അടിയിലാണോ? അടിയിലാ കവറ്. ഓ, പൊട്ടിച്ചത്, നശിപ്പിച്ച്. തുറക്ക്. വെള്ളം എവിടെയാ? വെള്ളം അതിനകത്തുണ്ട് ഫ്രണ്ട്സ്. ഇത് ഞങ്ങൾക്കുള്ള പൊതിയാണ് കേട്ടോ, ചോറും പൊതിയാണ്. അയ്യോ, ഇതാണ് പറയുന്നത് ചോറ്, ഒരു മുട്ട ഓംപ്ലേറ്റ്, എൻ്റെ ചോറ്. ഓക്കെ ഫ്രണ്ട്സ്, എന്നാലും ഞങ്ങൾ ഈ ചോറ് ഉണ്ടിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് തിരിക്കുകയാണ്. കാരണം ഇപ്പം തന്നെ ഒരു മണി 3 കഴിഞ്ഞു. ഇനി ഇവിടെ അടുത്ത് തന്നെ പല സ്ഥലങ്ങളിൽ കാണാനുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ ഇവിടെ ഒന്ന് ഫ്രഷായിട്ട് പോകാനുള്ള ഒരു പ്ലാനിലൊക്കെ ആയിട്ട് വന്നായിരുന്നെങ്കിൽ ധൈര്യത്തോടെ അവിടെ വെള്ളത്തിൽ ഇറങ്ങും കേട്ടോ. ഫാമിലി ആയിട്ട് വേണമെങ്കിൽ വരാം, ധൈര്യത്തോടെ വെള്ളത്തിൽ ഇറങ്ങാം. കാരണം വെള്ളത്തിന് ഒഴുക്കുണ്ട്, പക്ഷേ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു 1.5 അടിക്കകത്തേ വെള്ളമുള്ളൂ. അത് പല സ്ഥലങ്ങളിൽ അതുമില്ല. ഇത് നമുക്ക് പാറയായതുകൊണ്ട്. ഈ സമയം കണ്ടടാ, ഈ മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും. ആ, മഴ സമയത്ത് നമുക്ക് ഈ സമയത്താണ് നമ്മൾ ഇപ്പോഴത്തെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ മഴ സമയങ്ങളൊന്നും വരരുത് കേട്ടോ. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം കയറും. കാരണം ഇവിടെ പറയാൻ പറ്റത്തില്ല, ഈ വരുന്ന ഒഴുക്ക് ചിലപ്പം ചില സമയങ്ങളിൽ നല്ല സ്പീഡ് വരുമായിരിക്കും. പക്ഷേ ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് ഇത്രയും ഇങ്ങോട്ട് വരണ്ട, ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. പിന്നെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിലേ എന്നത്തെയൊന്നുമില്ല, പക്ഷേ ഫോൺ വെള്ളത്തിൽ വീണ പണിപ്പാളും. പിന്നെ ഞങ്ങൾ അവിടെ ആദ്യമേ കണ്ട ചേട്ടന്മാരുടെ ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു. അവർ ഇരിക്കുമ്പോൾ ഇങ്ങനെ എൻജോയ് വേണ്ടി ഫ്രണ്ട്സും എല്ലാമായിട്ട് വരുന്നതാണ്. എന്താ അവിടെ ഫാമിലിയായിട്ടൊക്കെ ആൾക്കാർ ഒരുപാട്, സ്ത്രീകളൊക്കെ കൂടെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ വയ്ക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഈ ഫോണിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് പറയാൻ പറ്റില്ല, കിട്ടുന്ന വീഡിയോ. കാരണം ഞാൻ തറയെ നോക്കി നടക്കുന്നത്, ഫോണിൽ നോക്കി നടന്ന് ഞാൻ വെള്ളത്തിൽ വീഴും. അതുകൊണ്ട് പ്രവീണായി അടങ്ങിക്കോ. ഇങ്ങോട്ടോ, ഞാൻ നടന്നത് ഇങ്ങോട്ട് വന്ന് ഇനി തിരിച്ചു പോകുന്ന കാര്യം പാടാ. നീ അവിടെ നിന്നാണ് ഫോൺ വെള്ളത്തിൽ കൊണ്ടാ തീർന്നില്ലേ? അടിപൊളി. ഞാൻ ദിശ മാറിപ്പോയേ.
ഞാൻ നദിയെ നടുക്കൂടെ കീറി മുറിച്ചോണ്ട് പോവായിരുന്നു. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെ. എന്തായാലും വന്നല്ലേടാ. നോക്കടാ, ലെഫ്റ്റ് അടിയടാ. നല്ല ഒഴുക്കുണ്ട് ഇപ്പൊ, ഒഴുക്ക് കൂടി, ഒഴുക്ക് കൂടി, ഒഴുക്ക് കൂടി. ആ സംഭവം അങ്ങ് അറ്റമൊക്കെ മീൻ ചാടുന്നുണ്ട് കേട്ടോ. ഓ അങ്ങ് അറ്റേ അവിടെ ചാകരയായിരിക്കും. വലയായിട്ട് വന്ന ഇതിലെ മീൻ വന്നുണ്ടോ? പൊടിമീൻ്റെ കാര്യമല്ല പറഞ്ഞത്, അവിടുത്തെ വലിയ മീൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ വലുതായിട്ട് ചാടി വന്ന് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ചെങ്കോൽ ആറ് ഇറങ്ങി. കുളിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് കൈയും കാലൊക്കെ ഒന്ന് കഴുകി തിരിച്ചു പോവാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നല്ല, അടുത്ത തമിഴ്നാട് പോകണം. നമ്മൾ വന്ന വഴി തിരിച്ചു പോകുന്നത് പറഞ്ഞാൽ റിസ്ക്കാണ്. കാരണം ഇപ്പം വൈകുന്നേരം 4 മണിയായി. തിരിച്ച് ഈ വഴി തന്നെ പോവുകയാണെങ്കിൽ കാട്ടിൽ എന്തായാലും ഉൾഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഒരു 5-6 മണിയോളം ആവും. പിന്നെ നമുക്ക് അതിലുള്ള ഈ കാട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഫോറസ്റ്റ് ഓഫീസിൽ അവരൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലം നിൽക്കുന്നത് നമ്മൾ പൊക്കണമെന്ന് പറഞ്ഞു. കാരണം കാട്ടിൽ ആന ഇറങ്ങി. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തായാലും ഇപ്പം ഈ വഴി തമിഴ്നാട് വഴി പോകണം. തമിഴ്നാട്ടിൽ ചെന്ന് കയറി തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ചെന്നാൽ എന്താ അവസ്ഥ അറിയാൻ വയ്യ. കാരണം തമിഴ്നാട് കേരള ബോർഡറി ഈ കൊറോണ പ്രശ്നം വന്നപ്പോഴേക്ക് പാസ് വന്നത്, പാസ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നായിരുന്നു. ഇപ്പോൾ അതാ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വയ്യ. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം നമുക്ക് അടുത്ത തമിഴ്നാട്ടിൽ ചെന്നിട്ട് കാണാം. ഈ റോഡിൻ്റെ അവസ്ഥ വന്ന അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോകുമ്പോഴും. റോഡ് മൊത്തം മെറ്റിൽ ഇട്ടേക്കുവാണ്. മെറ്റിലിട്ടുണ്ട്. റോഡ് വളരെ റിസ്ക്കാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അടുത്ത നമ്മൾ തമിഴ്നാട് ബോർഡറിൽ ചെന്നിട്ട് കാണാം. ഓക്കെ.